കൊച്ചിയിലെ എയർപോർട്ടിൻ്റെ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അവരുടെ കസ്റ്റമർ സർവീസ് വളരെ നല്ലതാണ്. അവിടെ നിന്നാണ് കിട്ടിയത്. പക്ഷേ അവർക്ക് ഓൺലൈൻ സ്റ്റോറും ഈവൻ ഇൻ്റർനാഷണൽ സ്റ്റോർസും ഉണ്ട്. അപ്പോൾ ഈ ബാഗിൻ്റെ ഷേപ്പ് ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ലെതർ നോക്കുകയാണെങ്കിൽ ഇത് ഓസ്ട്രിച്ച് ലെതറാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു കണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ലെതറിനേക്കാൾ വ്യത്യാസമായിട്ട് ഇപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഷേപ്പ് ഓർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെതർ വേണമെങ്കിൽ ഉള്ള ഓപ്ഷൻ അവർക്കുണ്ട്. അവരുടെ കയ്യിൽ ഈവൻ ഡിയറിൻ്റെ ലെതറും ഓസ്ട്രിച്ച് ലെതർ അങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും ഡിഫറെൻറ്റ് ടെക്സ്ചർ ലെതറും അവിടെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ വാങ്ങിച്ച ബാഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എനിക്ക് കാണാൻ ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വേറെകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഓസ്ട്രിച്ച് ലെതറും പിന്നെ ഇതിനൊരു അവരുടെ തന്നെ ഒരു ടാഗ് പോലെ ബ്രാസിലെ ചെയ്തിട്ടുള്ള ഒരു ടാഗ് അവർക്കുണ്ട്. ഇപ്പോൾ ഈ ബാഗിനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ബാക്ക് സൈഡിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഈ സെയിം കളറുള്ള ഒരു ഫിനിഷിങ് തന്നെയാണുള്ളത്. ഫ്രണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലൊരു സിപ്പുള്ള വേറൊരു പോക്കറ്റ് കാണാം. പിന്നെ ഒരു ചെറിയൊരു പേഴ്സോ ഓർ കീയോ ഹാങ് ചെയ്യണമെങ്കിൽ ഒരു എൻഡിലെ ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഇത് നമുക്ക് ടോപ്പ് ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് സ്ട്രാപ്പ് വെച്ചിട്ടും അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു ഷോൾഡർ ബാഗോ എൻ്റെ ലെങ്ത്തേ ഉള്ളൂ. ക്രോസ് ബോഡി കുറച്ച് പാടായിരിക്കും, ബട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ടോപ്പ് ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ അതൊരു വൂവൺ പോലെയുള്ള ഒരു മെടഞ്ഞ ഒരു പോലത്തെയുള്ള മോഡലാണ്. അപ്പോൾ നമുക്കിങ്ങനെ ക്യാരി ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഷോൾഡർ പോലെ ഇടണമെങ്കിൽ അതിൻ്റെ സ്ട്രാപ്പാണിത്. അത്യാവശ്യം വൈഡായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രാപ്പാണ്. അപ്പം അത് ഈസിലി നമുക്ക് അതിൻ്റെ സൈഡുകളിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷനായിട്ട് അതിനെ സഹായിക്കും. ഇത്രയേ ഉള്ളൂ ഈ ബാഗുകൾ. പക്ഷേ അവിടെ ജെൻസിന് വേണ്ടിയിട്ടുള്ള വാലറ്റ്സും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ബാഗ്, വർക്ക് ബാഗ് എല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്റ്റോറായിരുന്നു ഞങ്ങൾ ഇവിടെ എയർപോർട്ടിൽ കണ്ടത്. അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ.